ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒപ്പം അവൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് വന്നു. ഹാര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നപ്പോഴുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഈ ബംഗാളികൾ, പ്രത്യേകിച്ച് ബംഗ്ലാദേശുകാർ എവിടെ പോയാലും അവരെ കണ്ട ഉടനെ മനസ്സിലാവും. കാരണം അവർ നടക്ക് കൂട്ടം കൂടി അവർ നിൽക്കും, കൂട്ടം കൂടിയൊക്കെ നിൽക്കും. നമ്മുടെ നാട്ടിൽ ജോലിക്കെന്ന് പറഞ്ഞിരിക്കുന്ന ബംഗ്ലാദേശുകാരും പോലും നമുക്കറിയാൻ പറ്റും അവൻ്റെ ആ നിൽപ്പ് കാണുമ്പോൾ തന്നെ. ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരുടെ കൂടെ വന്നു. ഇവിടെ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ബംഗാളികൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ. കാണിച്ചു തരാം കേട്ടോ. ഇതറിയാമല്ലോ, ഇത് എൻ്റെ സുഹൃത്താണ് ഇമാം എന്ന് പറഞ്ഞത്. ഇവനും ദേശീയമാണ്, ബംഗ്ലാദേശിയാണ്. ഇരിക്കുന്നതൊക്കെ അവൻ്റെ സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ഇതാണ് സൗദി അറേബ്യയിലെ ഹാര എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ വന്ന എൻ്റെ സുഹൃത്തിൻ്റെ റൂമിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു വന്നു. സൗദിയിൽ പിന്നെ വേറൊരിടത്ത് പോകത്തുണ്ട്. ഇവിടെ വന്നിട്ട് ഈ ഒരു ചെറിയൊരു ഹോട്ടലിൽ ചായ. ഇതാണ് എൻ്റെ സുഹൃത്ത്. चाय पीना चाहिए ना. चाय ദേശി ചായ. ഓക്കെ, അങ്ങനെ അവരുടെ ഒപ്പം ഞാനും കൂടിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റും ബംഗ്ലാദേശിലെ എൻ്റെ സുഹൃത്ത് ഇമാമിൻ്റെ കൂട്ടുകാരാണ് ഇവരൊക്കെ കേട്ടോ. സൗദി അറേബ്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നടക്ക് പാർക്കുകളുണ്ട്. പക്ഷെ ആ പാർക്കിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഞാൻ പോയിട്ടില്ലായിരുന്നു. കാരണം പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ സൗദിയിലുള്ള ആൾക്കാരായതുകൊണ്ട് അവരെങ്ങനെ പെരുമാറുന്നറിയില്ല. പക്ഷെ ഇപ്പം ആദ്യമായിട്ടാണ് സൗദി അറേബ്യയിൽ കണക്കൊരു പാർക്കിൽ ഒരു സ്ഥലത്ത് ഞാൻ വരുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചയാണ്. എന്തായാലും കണ്ടോ, ഫുട്ബോളുകൾ നടക്കുക. ഫുട്ബോൾ നടക്കുകയാണ്. ഒരു സൈഡ് അവർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. എനിക്കൊന്നും ഇവിടെ എല്ലാം വിദേശികളാണെന്ന് തോന്നുന്നു, ഞങ്ങളെപ്പോലെ പ്രവാസികളാണെന്ന് തോന്നുന്നു. സാധാരണ ഞാൻ കാണുന്ന പാർക്കിലൊക്കെ ഏറ്റവും കൂടുതൽ സൗദി അറേബ്യൻ പൗരന്മാരാണ്. അപ്പോൾ അവരുടെ ഇടയിൽ നമ്മൾ പോകുമ്പോൾ അവർ ഈ വിദേശികളെ കാണുന്ന ആ ഒരു രീതിയിൽ, അപ്പോൾ അവരെങ്ങനെ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല. എന്താ ഇവിടുത്തെ ഒരു ചെറിയൊരു പാർക്ക് ഹാരയിൽ. ഇവിടെ കുറച്ച് നേരം ഇരുന്ന സമയം എന്തായാലും ഇതൊരു നല്ലൊരു അനുഭവമാണ്. കാരണം ഇത്ര വർഷത്തിൻ്റെ ഇടയിൽ, പണ്ടും ഇപ്പോൾ ആണെങ്കിലും ഇത്ര വർഷത്തിൻ്റെ ഇടയിൽ ശരിക്കും ഇതെൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ഇത്ര വർഷത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് സൗദി അറേബ്യയിൽ കണക്കൊരു പാർക്കിൽ കയറുന്നത്, കളിസ്ഥലത്തോട്ട് വരുന്നത്. വളരെ സന്തോഷമുണ്ട്. കാരണം സാധാരണ പൊതുവേ ഞാൻ അങ്ങനെ പോകാറില്ല. പോകാത്തതെന്ന് വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ സൗദി ആൾക്കാരാണ്, സൗദി പൗരന്മാരാണ്. അപ്പോൾ അവർ വിദേശികളെ ഒരു പ്രത്യേക രീതിയിലാണ് കാണുന്നത്. അപ്പോൾ അവരെങ്ങനെ പെരുമാറുമെന്ന്, എല്ലാവരും അല്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളൊരു രണ്ടാം കിട ആൾക്കാരായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ പറ്റത്തില്ല. ചില സമയങ്ങളിലൊക്കെ ആണെങ്കിൽ സൗദി പിള്ളേരുണ്ടല്ലോ, നമ്മളുടെ മുഖത്തോക്കി കാക്കി തുപ്പാറ് വരെ ഉണ്ട്. അങ്ങനത്തുള്ള തിക്താനുഭവങ്ങൾ കിട്ടിയിട്ടുള്ള നിരവധി ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊതുവെ അങ്ങനെ അവർ കൂടുതൽ വരുന്ന സ്ഥലങ്ങളിൽ പോകാറില്ല. ഇങ്ങനെ കോമൺ ഇടങ്ങളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമൺ ഇടത്തിൽ വരുന്നത്. അപ്പോൾ കൂടെ വന്ന സുഹൃത്തുക്കൾ ഇവിടെ കുറച്ച് ടീമിനെ കിട്ടി. അവരോടൊപ്പം ക്രിക്കറ്റ് കളിക്കാനായിട്ടുള്ള പുറപ്പാടാണ്.
അപ്പോൾ ഇതൊക്കെയാണ് സൗദി അറേബ്യയിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് എനിക്ക് കിട്ടുന്ന ചെറിയ എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ.